നമസ്കാരം. പീപ്പിൾസ് കേരളയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് LDFന്റെ കുത്തകയായ തവനൂർ മണ്ഡലത്തിലാണ്. UDFന് വേണ്ടി UK ഭാസിയുടെ മകനായ ഡോക്ടർ അഭിലാഷിനെയാണ് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് സൂചന. ഡോക്ടർ അഭിലാഷ് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് തവനൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൽ പങ്കെടുക്കുന്നത് 100 പേരാണ്. ഇനി തവനൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ഈ പ്രാവശ്യം UDF ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നതാണ് നമ്മുടെ അഭിപ്രായം. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനെ സമീപിച്ച് നോക്കുകയാണെങ്കിൽ 7 പഞ്ചായത്ത് തവനൂർ മണ്ഡലത്തിലുണ്ട്. ഈ 7 പഞ്ചായത്ത് ഇപ്പോൾ UDF ലീഡാണ്. ഉദാഹരണത്തിന് എടപ്പാൾ സെൻറ്റർ നിലനിൽക്കുന്ന എടപ്പാൾ പഞ്ചായത്ത് 30-34 വർഷമായിട്ട് LDF ഭരിക്കുന്ന പഞ്ചായത്ത്. ആ പഞ്ചായത്തിലടക്കം CPIന്റെ ആളുകൾക്ക് മാറ്റം വന്നു. ജയിക്കും, ഉറപ്പാണ്. എന്താ സംശയം? അങ്ങനെയാണ് അവസ്ഥ. അങ്ങനെയാണ്. UDFന് ഇവിടെ ഭയങ്കരല്ലേ. UDFന്റെ അവസ്ഥ ഇവിടെ നന്നായിട്ട് വിജയിക്കുന്ന അവസ്ഥയല്ല അവരെ. അങ്ങനെ പറയണേ. സൈലന്റ് വർക്കാണ് അവരെ ഒരാൾക്ക് നമുക്ക് ഇപ്രാവശ്യം ഒരാൾക്ക് കയറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അവരെ മാറ്റങ്ങൾ വരുന്നത്. ഭരണമാറ്റം ഇപ്പൊ ആവശ്യപ്പെടുന്നൊന്നുമില്ല. ഇപ്പൊ നല്ല ഭരണമാണുള്ളത്. അപ്പൊ ഇനി ഒരു മാറ്റത്തിന്റെ ആവശ്യം വരുന്നില്ല. ജലീൽ എന്ന് പറഞ്ഞ വ്യക്തി നല്ലൊരു ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ മികച്ചൊരു ഭരണം ഇനി വേറെ വരാനില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അത് LDF ഇത്രയും കാലം ഭരിച്ചില്ല, ഇനി UDF ഭരിക്കട്ടെ. ആണോ? അങ്ങനെയാണോ തീരുമാനിക്കുന്നത്? ഷുവർ. സാധ്യത പൊതുവെ നല്ല സാധ്യത. UK ഭാഷ ഒരു കാര്യപ്പെട്ട നേതാവായിരുന്നു. പിന്നെ UDF തരംഗാണ് സത്യത്തിൽ ഇവിടെ. ജയിക്കാൻ സാധ്യത ഉണ്ട്. UDF സ്ഥാനത്തേക്ക് സാധ്യത വരും പ്രാവശ്യം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ഭരണത്തിന്റെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ MLA ഒക്കെ അത് അങ്ങനെ തന്നെയാണ്. MLA കഴിഞ്ഞ പ്രാവശ്യത്തെ MLA അല്ല ഇപ്പോൾ സ്വഭാവത്തിൽ മൊത്തം മാറ്റം വന്നിട്ടുണ്ട്. എന്ത് മാറ്റം വന്നേക്കണേ? എന്ത് ഒരു ആളെ കാണാൻ തന്നെ ഇല്ല ഇവിടെ. ഒരു പ്രവർത്തനം നടക്കുന്ന റോഡൊക്കെ അങ്ങനെ തന്നെ ശോചനീയാവസ്ഥ കിട്ടുക. ജയിച്ചോടില്ല. ജലീലോട് മാറിയാൽ മിക്കവാറും ജയിക്കേണ്ടതാണ്. എന്തുകൊണ്ടാ ജയിക്കണ്ടെന്ന് പറയുന്നത്? ജയിക്കേണ്ടതാണ്. എന്തുകൊണ്ടാ ജയിക്കേണ്ടതെന്ന് പറയുന്നത്? ജയിക്കേണ്ടെന്നല്ല, ജയിക്കണം എന്ന് പറയും. അതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വെച്ചാൽ കുറെ ആയാലും ഇവര് ഇവിടെ പിന്നെ ഇവിടുത്തെ MLA LDFന്റെ MLA ഇരുന്നല്ലോ. ഇവിടെ അങ്ങനത്തെ വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരു ജയിലിൽ വന്നിട്ട് വേറൊരു മാറ്റം പ്രത്യേകിച്ച് ഇവിടെ വന്നതായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. 100% ജയിക്കാൻ സാധ്യത തന്നെയാണ്. KT ജലീലിന്റെ ഇവിടെ എല്ലാതാണ്. KT ജലീലിന്റെ വികസനം ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് അവൻ 10 കൊല്ലമായിട്ട് ഭാരതപ്പുഴയിൽ ആ പാലത്തിന്റെ പണി ചെയ്യൽ തുടങ്ങിയതാ. ഇതുവരെ അതിനെ പറ്റി എന്തെങ്കിലും ഒന്നും ആയിട്ടുണ്ടോ? ആ ഒരു പാർക്കിന് വേണ്ടിയിട്ട് എന്തുമാത്രം പൈസ ചെലവാക്കിയിട്ടുണ്ട്. ഇവിടെ ജയിക്കാൻ സാധ്യത ഉണ്ടോ UDFന്റെ സ്ഥാനാർത്ഥികൾ? UDF ജയിക്കുമോ സാധ്യത? നമ്മളെ അഭിപ്രായത്തില് LDF ആണ് ഇവിടെ വിജയിക്കാനുള്ള സാധ്യത. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതെന്താ പറയുക, ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെ ഇപ്പൊ ഈ UDFന്റെ ഈ അവരുടെ ഇപ്പോഴത്തെ ഒരു രീതികൾ ഇപ്പോൾ ഇലക്ഷൻ വന്നോട് കൂടിയിട്ട് നമ്മളെ രമേശ് ചെന്നിത്തല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അവിടെ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഈ ഭരണമാറ്റം ഭയങ്കര പാവപ്പെട്ട ജനങ്ങൾക്ക് പിന്നെ പെൻഷൻ തരുന്നുണ്ട്, ശരി തന്നെയാണ്. മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും ഇതൊന്നും ശരിയല്ല. പെൻഷൻ തരുന്നുണ്ട്, ഓക്കെ, അത് പക്ഷെ ഈ ഭരണം ശരിയല്ല. UDFന് തന്നെയാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ആണോ? അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജലീൽ കഷ്ടിച്ച് ആണ് ജയിച്ചത്. ഇപ്രാവശ്യം എല്ലാം കൊണ്ടും പഞ്ചായത്തും ഇതൊക്കെ കൂടെ ഇപ്പം അവരെ കയ്യിലായതുകൊണ്ട് എല്ലാ ജനങ്ങള് തിരിയാനുള്ള സാധ്യത ഉണ്ട്. കോൺഗ്രസ് UDFന്റെ ജയിക്കില്ല. എന്തുകൊണ്ടാ? അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനൊരു LDF പ്രവർത്തകനാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറയുള്ളൂ. ജയിക്കില്ല. UDFന് തന്നെയാണ് വിജയം കിട്ടുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിപ്പോ ഇവിടെ വിജയിച്ച് വരണൊക്കെ UDFന്റെ ആളുകളാണല്ലോ ഇപ്പൊ വിജയിച്ചിട്ടുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ. അപ്പൊ ഒരു മാറ്റം, അങ്ങനെയാണ് മാറ്റം ഉണ്ടാവില്ല. മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ മാറി മറിഞ്ഞ് വരുന്നതാണ്. ഇപ്രാവശ്യം UDFന് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അവരും ജയിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അതെ, അങ്ങനെയാണ് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? വലിയ ഇതൊന്നുമില്ല, അറിയില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ. തീർച്ചയായും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കാരണം വെച്ചാൽ ഇതുവരെ ഇവിടെ ഭയങ്കര അരാജകത്തായിരുന്നു KT ജലീലിന്റെ. കാരണം വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ ഭരണം മോശമെന്ന് ഇവിടെ ജനവികാരമുണ്ട്. ഈ ഭരണത്തിനെതിരെയുള്ള ജനവികാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷം ഇവിടെ തോൽക്കും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിസ്സാര വോട്ടാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ മാത്രമല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം അതിവിടെ സംഭവിക്കും. ജയിക്കണം തന്നെയാണ്. കുത്തകയായിട്ട് ഇങ്ങനെ 15 വർഷം ജയിക്കാൻ സാധ്യത. സാധ്യത എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ ഈ ഗവൺമെന്റിനോട് ചെറിയൊരു മടുപ്പ് തോന്നിയിട്ടുണ്ട്. അത് കാരണം വോട്ട് UDFന് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യത
തള്ളിക്കളയാൻ കഴിയില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ അങ്ങനെ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രത്യേകിച്ച് വട്ടംകുളം ഈ ഭാഗത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം കുറവ് തന്നെയാണ്. കോൺഗ്രസ്സുകാർ UDF-ൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രാതിനിധ്യം ഇവിടെ കുറവാണ്. മറ്റുള്ള പാർട്ടിയെ അപേക്ഷിച്ച് UDF-ന്റെ പ്രാതിനിധ്യം ഇവിടെ കുറവാണ്. 4 ടൈമിലായാലും ഇവിടെ ജയിച്ചിരിക്കുന്നത് LDF ആണ്. സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി KT ജലീലാണ് ജയിച്ചിട്ടുള്ളത്. അപ്പുറമൊന്നും പോയിട്ടില്ല. ഇവിടെ തവണയും ജലീൽ നിൽക്കാനുള്ള സാധ്യത ഉണ്ട്, ജയിക്കാനും സാധ്യത ഉണ്ട്. UDF എന്ന് പറഞ്ഞാൽ താന്നൂര പിന്നെ KT ജലീലിന്റെ ഏരിയയാണ്. ജലിഞ്ഞിപ്പത്തിന് പറയാൻ പറ്റില്ല എന്താണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? KT ജലീൽ 3-4 തവണ ആയിട്ട് ജയിച്ചാളാം. എങ്ങനെയൊക്കെയുണ്ട് വികസനം? വികസനം കുഴപ്പമില്ല. 1 കാണൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തൊട്ടിലങ്ങാടിയില്ല. UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം, ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്ന് പറഞ്ഞാല് വികസനം കഴിഞ്ഞതിനെക്കാട്ടൊക്കെ വോട്ട് കുറവാണ്. ഓരോ വർഷങ്ങൾ കുറയല്ലേ. കാരണം എല്ലാ പഞ്ചായത്തും ഒരിക്കലും കിട്ടിയത്. ചിലപ്പോൾ പഞ്ചായത്തുകളൊക്കെ ഇപ്പോൾ അവർക്ക് കിട്ടുന്നത്. ചിലപ്പോൾ തീരെ കിട്ടിയത് ചിലപ്പോൾ പഞ്ചായത്ത് നല്ല കാലത്താണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരുന്നു. ജയിക്കാൻ സാധ്യത ഉണ്ടോ? അപ്പോൾ UDF ജയിക്കാൻ സാധ്യത സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജലീൽ നല്ല വികസനം കാഴ്ചവെച്ച വ്യക്തിയാണ്, അതുകൊണ്ട് സാധ്യത കുറവാണ്. സാധ്യത കുറവാണ്. മാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് സ്ഥിരമായിട്ട് ഒരാൾ ഭരിക്കുമ്പോഴതായ പോരായ്മ ഉണ്ടാവല്ലോ. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിക്കുമ്പോൾ അതിൻ്റെതായ പോരായ്മകൾ അടുത്ത പ്രാവശ്യം വരുന്നവർക്ക് മാറ്റാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഇതിപ്പോൾ ഒരാൾ തന്നെ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ മാറ്റം മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ആ വരുന്ന ആൾക്ക് അതിൽ ചെയ്ത മാറ്റം ഉണ്ടോ നാട്ടുകാർക്ക് മാറണമെങ്കിൽ പകരം വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം മാറ്റം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അടുത്ത തവണ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ചെയ്യണമെന്ന് പറയുന്നത് ആ വിജയിക്കണം എന്നുള്ള പ്രതീക്ഷയില്ല. ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുള്ള ജയിക്കല് ജലീൽ ജയിക്കും, ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ മണ്ഡലം പോവില്ല. മണ്ഡലം ഉണ്ടായാൽ അങ്ങനെയാണ്. ജയിക്കാൻ മിക്കവാറും സാധ്യത ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, ഇപ്പോ സംഗതികളൊക്കെ ഓരോരോ മാറി മറിഞ്ഞ് വരികയല്ലേ. ഓരോരോ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ പിണറായിന്റെ ഒക്കെ ഓരോരോ ഇപ്പൊ ഈ ശബരിമല പ്രശ്നം ഒക്കെ കൂടി ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയും. ഇപ്പൊ ഒരു മാറ്റം ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. LDF ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിനുള്ള വികസനം വന്നിട്ടുണ്ട്. വികസനം ഉണ്ട്, LDF വരുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മാറ്റങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലും വരും എന്നുള്ളത് 100% ഉറപ്പാണ്. UDF തന്നെ ജയിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ വരുന്ന വികസനങ്ങൾ ആവശ്യമാണ്. സ്വർണം കാക്കാൻ പോയ വികസനം ഉണ്ടാവുക നാട്ടിൽ. തവനൂര് മണ്ഡലത്തിൽ നിലവിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച സീറ്റായിട്ട് നിലനിൽക്കുകയാണ്. തുടർന്നുള്ള കാലഘട്ടങ്ങളിലും ഒരു വിള്ളൽ പോലും ഏൽക്കാതെ ഈ മണ്ഡലം ഇടതുപക്ഷം കോട്ടയായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കുള്ളൂ. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരുപാട് കാലമായി ഇവിടെ KT ജലീലിൽ നിന്ന് മത്സരിക്കൽ തുടങ്ങി. ഈ നാട്ടിനൊരു വികസനവും ആണോ? എന്തുകൊണ്ടാണ് വികസനം നല്ല ഉണ്ടായിക്കണമെന്നാണ് അവർ പറയുന്നത്? അത് പറച്ചിൽ അവരങ്ങനെ തന്നെ പറച്ചില്ല. ഒരു വികസനം ഉണ്ടായിട്ടില്ല. അതിന്റെ പേരിൽ UDF-ന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കുള്ളൂ. ഇല്ലല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അത്രയും വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. തവനൂർ മണ്ഡലത്തിൽ 10 കൊല്ലത്തിനടുത്ത് KT ജലീൽ വന്നതിന് ശേഷം അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഒരുപാട് വികസനങ്ങൾ. പ്രാവശ്യം UDF ജയിക്കാനാണ് സാധ്യത കാണുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതെന്തുകൊണ്ടാ വെച്ചാൽ ഇവിടുത്തെ MLA ഇപ്പൊ കാണാറില്ല. MLA ഇവിടെ ഈ പഞ്ചായത്ത് 5 വർഷം ഇപ്പോൾ ആദ്യം LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇപ്പോ UDF ആണ് 5 കൊല്ലം ഭരിച്ച് വീണ്ടും തുടർ ഭരണം UDF-ന് കിട്ടി. മറ്റേത് ഏത് സമയവും പ്രളയം ഉണ്ടാവും. അത് ഈ റോഡിന്റെ അവസ്ഥ തന്നെ കണ്ടാൽ മതി. ചേകനൂർ റോഡിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ ഈ MLA റോഡാണിത്. LDF-ന് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ അത്രയും വികസനങ്ങളുള്ളതുകൊണ്ട് LDF-നാണ് തരംഗം. പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കും ഇവിടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പോക്കിന്റെ പോക്കാണ്. ഓരോ പോക്കിന്റെ പോക്കാണ്. പോക്കിന്റെ പോക്കാണ്. ഓരോ പാർട്ടിയുടെ പോക്കിന്റെ പോക്കാണ്. അപ്പൊ അഭിലാഷ് ജയിക്കുന്നതാണ് നിന്ന് കഴിഞ്ഞാൽ? ജയിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. UDF വരും എന്നാണ് എൻ്റെ ഉറപ്പ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ് ഇപ്പൊ സാഹചര്യം കിടക്കുന്നത്. ആണോ? എന്ത് സാഹചര്യമുള്ളത്? അങ്ങനെ ചുറ്റുപാട് ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെയാണ്. ആണോ? UDF വരുന്നതാ. തവനൂർ മണ്ഡലം ഉറച്ച LDF-ന്റെ സീറ്റായിട്ട് തന്നെ നിലനിൽക്കും. ഇനി ആരും ഒന്നും വെച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ MLA പരമാവധി അയാൾക്ക് കഴിയുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അയാൾ തന്നെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കുന്നുള്ള ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ജയിച്ചൂടായില്ല പറയുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് വിശ്വാസം ജയിച്ചൂടായില്ല. ആണോ? സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഫിറോസ് കുന്നം പറമ്പിലാണ് നിസാര വോട്ടിനാണ് പിന്നെ പോയത്. അപ്പൊ അത് നോക്കാൻ പ്രശ്നം ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലമാണ്. ഇടതുപക്ഷത്തിന്റെ MLA KT ജലീൽ. അയാൾ തന്നെ ജയിക്കുള്ളൂ. നമ്മളെ നാട്ടിലിപ്പം ഞങ്ങളെ തമറോട്ടൻ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിപ്പോൾ കുറേ വർഷമായി
ഇത് ഷട്ടർ ഇതായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ വികസനം തന്നെ റോഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോഴും ചമ്മടോട്ടാണ് ഞങ്ങളാ പണിയെടുക്കുന്നത്. ആര് നമ്മളാണ് ഇപ്പോൾ അവിടെ പണിയെടുക്കുന്നത്. നാട്ടുകാരോ? ആൾക്കാർ നാട്ടുകാരെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാർ. ഇനി അവിടെ കോൺഗ്രസേ വരുള്ളൂ, ഉറപ്പാണ്. നല്ല സാധ്യത ഉണ്ട്. അതെന്തുകൊണ്ടാ? എല്ലാം കൊണ്ടും ഇവിടെ ആകെ നാല് ഭാഗം മുട്ടി നിൽക്കല്ലേ ഇവിടെ മാർക്കിസിന്റെ ഭരണം കൊണ്ട്. അതെന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എല്ലാം കൊണ്ടും ഇവിടെ ഇപ്പോൾ പാലം പണി തുടങ്ങി എന്ന് തുടങ്ങിയത് എവിടെ എത്തിയിട്ട് ഇപ്പോഴും വെള്ളം ലീക്കാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. സാധ്യത കൂടുതലാണ്. ആണോ? അതെന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അങ്ങനൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ ഇതല്ലേ, സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മളെ മറ്റുള്ള ഇപ്പൊ മുമ്പ് നടന്ന ഇലക്ഷൻ കണ്ടില്ലേ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ സാധ്യത കൂടുതലാണ്. ഇവിടെ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അയാൾ ജനങ്ങളെ ഒത്തൊരുമിച്ച് കൂട്ടിപ്പിടിച്ച ആൾക്കാരാണ്. പല കാരണങ്ങളും ചെയ്തു വന്ന ഒരാളാണ്. ഒത്തൊരുമിച്ച് കൂട്ടിലിട്ടാ എല്ലാവരും കൂടിയിട്ട് അയാൾക്കെന്നെ പിന്തുണ കൊടുക്കുള്ളൂ. ഇവിടെ പെൻഷന്റെ കാര്യം, നിപ്പ, പ്രളയം, കൊറോണ, ജനങ്ങൾ ഒത്തൊരുമിച്ച് വിളിച്ചിന് അദ്ദേഹം മാത്രമുള്ളൂ. വരും എന്നുള്ളൊരു തോന്നലാണ്. എന്തുകൊണ്ടാ തോന്നണേ? അല്ല അങ്ങനെയല്ല, പക്ഷെ ഇപ്പോൾ 5-10 കൊല്ലമായില്ലപ്പോൾ മറ്റൊരു ഭരണം തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആൾക്കാർക്ക് ഒരു വ്യത്യാസം വരട്ടെ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതുണ്ട്. അവര് തന്നെയാണ് ഇവിടെ പാസ്സായി പോയത്. ആണോ? എന്താ അങ്ങനെ ചോദിക്കാൻ? എന്നുവെച്ചാൽ ഇവിടെ ഈ ഏരിയയില് അവരാണ് വിജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധിക്കാൻ സാധ്യതയുണ്ട്. അവർ തന്നെയാണ് സാധിക്കുക. എന്തുകൊണ്ടാണ് അത്? അത് നമ്മളെ ഈ ആൾക്കാർ എന്ന് വെച്ചാൽ മുസ്ലിം കൂടുതലുള്ള ഒരു ഏരിയയാണിത്. പിന്നെ അവർ ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ഉള്ള ഒരു വ്യക്തികളാണ്. കോൺഗ്രസും അവരൊന്നാണല്ലോ. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട് തവനൂർ മണ്ഡലത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? കാരണം ജലീലിന്റെ വേറെ MLA ഉണ്ടായിരുന്നു, ജലീലിന്റെ ഒരു വികസന പദ്ധതികളും ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാന്ന് പറയുന്നത്? എന്നും ഇല്ല, തവനൂർ മണ്ഡലത്തിൽ ഒന്നും നടന്നിട്ടില്ല, ഒന്നും കാണിച്ചു തരാനൊന്നുമില്ല. പക്ഷേ ഇവിടെ വാസത്തിന്റെ മകൻ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ ജലീല് LDFന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോയിരുന്നൊരു കാര്യമില്ല. പക്ഷെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നല്ല നടന്നിരിക്കുന്നത് ജലീലിന്റെ കാലഘട്ടത്തിൽ. ആരാ ജയിക്കുക? ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കാൻ സാധ്യത എന്ന് വെച്ചാൽ LDF സ്ഥാനാർത്ഥി ജയിക്കാനാണ് 90% സാധ്യത. ഇവിടെ UDF ജയിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു LDF ആയിരുന്നു. പ്രാവശ്യം ഒരു മാറ്റം വന്നോട്ടെ. ജയിക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിന് സാധ്യത ഉണ്ട്, കൂടുതൽ കാണുന്നുണ്ട്. കൂടുതൽ കാണുന്നുണ്ട്. ജയിക്കാൻ സാധ്യത കൂടുതൽ കാണുന്നു. ആദ്യകാലത്തൊക്കെ നമ്മളെ MLA സ്ഥിരമായിട്ട് നമ്മളെ ഈ പ്രദേശത്തൊക്കെ എല്ലാ ഇതിലും കണ്ടിരുന്നുണ്ട്. ഇപ്പം അങ്ങനെ കാണാൻ കിട്ടുന്നില്ല. അയാളെ പറ്റി വലിയൊരു പരിചയമില്ല. ആൾക്കാർ ടച്ചിങ് കുറവാണ്. കൂടുതൽ ആൾക്കാരെ അറിയില്ല. അഭിലാഷ് പേര് മനസ്സിലായി. പിന്നെ ഒരു മാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് മാറ്റം ആവശ്യം എന്ന് പറയുന്നത്? മാറ്റം ഇന്നിപ്പോ ഒരാളെ നമ്മൾ അനുഭവിച്ച കാര്യമില്ലല്ലോ. പല മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഒരിടത്ത്. അപ്പൊ ജനങ്ങളൊന്ന് മാറ്റി ചിന്തിക്കണം. മണ്ഡലം മാറണം. മണ്ഡലം മാറണം. UDF ആണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതല്ല, ഇപ്പോഴത്തെ ദൈവത്തിന് അമ്പലം കക്കലും താക്കലും കൊള്ളയാണ് ഇപ്പൊ മെയിൻ. അതുകൊണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വികസനമില്ല ഒക്കെ. ഇതിപ്പോ ഈ നരിപ്പറമ്പിൽ തന്നെ 9ാമത്തെ കൊല്ലായി ജില്ലയിൽ പോക്കോടിന്. കോൺഗ്രസ് നല്ല സാധ്യത ഉണ്ട്. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്ത് ഞാനിങ്ങനെ കണ്ടറിഞ്ഞോണ്ട് സാധ്യത ഉണ്ടെന്നാ പറയുന്നത്. ഞങ്ങളവിടൊക്കെ കോൺഗ്രസ് ആണ് ഏറ്റവും ഭയങ്കര ലീഡിങ്. ലീഗ്, മുസ്ലിം ലീഗ്, കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കും. ഇവിടെ ആലത്തൂര് കുറച്ച് LDFന്റെ സാധ്യത ഉണ്ടോ? മാക്സിമം സാധ്യത ഉണ്ടാവും. നോക്കാം. UDFനാണ് ചാൻസ് ഉള്ളത്. പക്ഷേ ഈ അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ അത്ര സുപരിചിതനല്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പരിചയപ്പെടുത്തി UDFന് സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാണ്? ബാസി എന്നുള്ള ഒരു വ്യക്തിനെ അറിയാലോ? തീർച്ചയായിട്ടും. ബാസിയുടെ മകനാവുന്ന സമയത്ത് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവോ? അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ജയിക്കണമല്ലോ. UDF ജയിക്കണോ? ഓരോ വരണം. UDF ഭരണത്തിൽ വന്നാലോ നാട്ടിലെ വികസനം വരുള്ളൂ. അതുകൊണ്ടാണ് വേറൊന്നും. തീർച്ചയായിട്ടും ഒരു വിജയം ഇവിടെ ഉറപ്പാണ്. വിജയം എങ്ങനെയായാലും ഒരു നല്ലൊരു വിജയം വേണം. ഇവിടെ ഒന്ന് മാറ്റി പിടിക്കണം. അത് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ആൾക്കാർക്ക് ഒന്ന് മാറ്റി പിടിച്ചു തുപ്രക്കോട് പഞ്ചായത്തിൽ. അപ്പോൾ ഇനിയൊരു വിജയം, നല്ലൊരു നിയമസഭയിലായാലും നല്ലൊരു വിജയം ഇവിടെ അനിവാര്യമാണ്. ജയിക്കാൻ സാധ്യത ഉണ്ടോ വെച്ചാൽ സാധ്യത തന്നെയാണ്. UDFന്റെ ഒരു തരംഗം തവനൂർ മണ്ഡലത്തിൽ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതങ്ങനെ പറയുന്നത് വികസനം തീരെ എത്തിപ്പെടാത്ത ഒരു മണ്ഡലമാണ് തവനൂര്. ആണോ? തീർച്ചയായിട്ടും UDFന് തന്നെ സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ തന്നെ? 10 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭരണം എല്ലാവരും കണ്ടതാണ്. നല്ലതാണോ മോശമാണോ? മോശമായിരുന്നു. ആണോ? അതുകൊണ്ടാണ്. കാരണം ഈ നമ്മളെ ഇവിടുത്തെ
ഇപ്പോൾ മറ്റേ ശബരിമല വിഷയത്തെ പറ്റിയൊക്കെ വളരെ മോശം. UDF-ല് ഈ ബാസിയുടെ മകന് UK അഭിലാഷ് വന്നു കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയുണ്ടോ? അത് ആര് വന്നാലും ജയിക്കാൻ സാധ്യത അങ്ങനത്തെ പിക്ചറാണ്. UDF ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ഇവിടെ ഇപ്പൊ 20 വർഷമായിട്ട് MLA കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജയിക്കുന്ന ജലീല് പരാജയമാണ്. ആണോ? ജലീൽ എന്തുകൊണ്ടാ പരാജയം എന്ന് പറയുന്നത്? ഇവിടെ വികസന പ്രവർത്തനം ഒന്നും ചെയ്തിട്ടില്ല. കുറവാണ്. എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? UDF വന്നു കഴിഞ്ഞാൽ ഒന്നും ഇവിടെ ചെയ്യാറില്ല. അതാണ് അതന്നെ, വേറെ ഒരു പ്രശ്നമില്ല. 15 വർഷമായിട്ട് UDF അല്ല, ഇവിടെ LDF ആണ്. മാറ്റം നല്ല കുറേ ഉണ്ടായിട്ടുണ്ട്. വളരെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. UDF-ന് ഇപ്പോൾ നിലവിൽ കാണുന്നതിന് UDF-നാണ് സാധ്യത കൂടുതൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് ഇതിന് മുമ്പിട്ട് ജയിച്ച MLA-യുടെ കഴിവിനനുസരിച്ച് വിലയിരുത്തിയതാണ് ജനങ്ങൾ. അതുകൊണ്ട് UDF-നാണ് സാധ്യത കൂടുതൽ. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ ജയിക്കാൻ സാധ്യത പറയുന്നത്? എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണുന്നുണ്ട് അങ്ങനെ. പിന്നെ ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യത ഇപ്പോഴത്തെ കാട്ടിക്കൊണ്ടാണ്. പക്ഷെ സത്യത്തിൽ ഇവര് ഒരിക്കലും വരാൻ സാധ്യത എന്റെ അഭിപ്രായത്തിൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ അത്രയും വലിയ വികസനമാണ് കേരളത്തിൽ. ഞാൻ ചോദിക്കുന്നത് വരാൻ സാധ്യത ഉണ്ടോ? ഇല്ല. ജയിക്കാൻ സാധ്യത ഉണ്ടോ അവിടെ മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയില്ല. കുറെ കാലം മറ്റൊരു ഭരിക്കണം. അപ്പൊ എന്റെ പേരിലൊരു മാറ്റം ആവശ്യമാണെന്നുള്ളതിന് ഇത്രേ ഉള്ളൂ. UDF-ന്റെ ഏത് സ്ഥാനാർത്ഥിമാരാലും മിക്കവാറും ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ. UDF ആരെ നിർത്തുന്നോ അയാൾ ജയിച്ചു വരും. ഉറപ്പ്? ഓ, ജയിച്ചു വരുന്ന തീർച്ചയായിട്ടും. എന്താ? UDF നിർത്തുന്ന സ്ഥാനാർത്ഥി ആരോ അയാൾ ജയിച്ചു വരും. ഉറപ്പാണ്? തീർച്ചയായിട്ടും. UDF വരും, കോൺഗ്രസ് വിജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മള് UDF-കാരനാണ്. ജയിക്കുന്ന പറയുന്നത്. ബാസിയുടെ മകൻ നിന്ന് കഴിഞ്ഞാൽ വിജയിക്കും. ഉറപ്പാണോ? ഇപ്പോടെ വഴി ഇരിക്കുന്ന ഭരണമാണ് നമുക്ക് ആവശ്യം. ഇപ്പൊ ഭരിക്കുന്ന ഭരണമാണ് നമുക്ക് തൃപ്തി. അതായത് LDF. അപ്പൊ അവരെ തിരിച്ചു തിരിച്ചു വരണം എന്നുള്ളതാണ് നമ്മളത് ആഗ്രഹം. കെട്ടിയില്ലായിരുന്നു തവനൂര്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ അതിൽ കെട്ടിജലിൽ മത്സരരംഗത്തെങ്കിൽ തീർച്ചയായിട്ടും കെട്ടിജലിൽ തന്നെ വരുമായിരിക്കും. പിന്നെ അത് ഈ മണ്ഡലക്കാരനാണോ? ഞാൻ ഈ മണ്ഡലക്കാരനല്ല. ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലേ? ഞാനിപ്പോ എന്താ പറയാ, നിങ്ങൾ എന്താണ് പറയാ? ഞാൻ എന്താണ് ഈ രാഷ്ട്രീയമായിട്ടൊന്നും ഇപ്പൊ എനിക്ക് ഐഡിയ ഇല്ലാത്ത ആളാണ്. ചാൻസ് കുറവാണ്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ KT-ആണ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നല്ല എന്താണ് ഭരണമൊക്കെ കാഴ്ചവെച്ചിരുന്നത്. എല്ലാ മേഖലയും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ അഭിലാഷ് ജയിക്കാൻ സാധ്യത കുറവാണ്. ജയിക്കും. എന്തുകൊണ്ടാ? അതായത് ഇവിടെ വികസനം ഇല്ലല്ലോ. വികസന മുരടിപ്പല്ലേ, അതുകൊണ്ട് ജയിക്കും. കാരണം നിലവിലുള്ള സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ MLA-ക്ക് ഒരുപാട് റിമാർക്കുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു സ്ഥാനാർത്ഥി നിലനിൽക്കുകയാണെങ്കിൽ ഓക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. UDF-ന് കരുത്തനായ സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? KT-ജലീൽ അങ്ങനല്ലേ നമ്മുടെ ഈ താനൂർ മണ്ഡലത്തില്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ആളെ ഒരു പരിചയമില്ല. എന്താ ജനങ്ങളുടെ എടുക്കുന്ന കാര്യമല്ലേ. താങ്കൾക്ക് എങ്ങനെയാണ് ഇവിടെ UDF സപ്പോർട്ടായിട്ട് തോന്നുന്നുണ്ടോ? തരംഗിപ്പോ ഒന്നും പറയാൻ പറ്റൂല. തരംഗം എന്താണ്? തരംഗിപ്പോ പഞ്ചായത്ത് UDF ആണ് അല്ലേ. പിന്നെ മറ്റു എന്താ പറയാമെന്നും പറയാൻ വയ്യ. എനിക്ക് എക്സാക്ട് ആയിട്ട് അറിയില്ല. UDF-ന്റെ ഒരു തരംഗം പോലെയാണ്. ജയിക്കാൻ സാധ്യതയുണ്ടോ? പൊതുവെ UDF-ന്റെ ഒരു തരംഗം മീൻസ് 2 വർഷമായില്ലേ ഇപ്പൊ. അപ്പൊ അതിന്റെ ബേസിൽ ഈ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ ജയിക്കാൻ സാധ്യത ഉണ്ട്. സാധ്യതയുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? മറ്റേ ഭരണത്തിന്റെ മോശം കൊണ്ട്. ആണോ? മോശമാണോ? ഭരണം മോശം തന്നെ. രാഷ്ട്രീയത്തിനോട് വലിയ ഇതെല്ലാം അറിയില്ല. എന്തുകൊണ്ടാ രാഷ്ട്രീയത്തിനോട് അറിവില്ല പറയണേ? അറിവില്ല. നമുക്ക് ഇപ്പോഴത്തെ ഞാൻ ഒരു കാലത്ത് രാഷ്ട്രീയത്തിന്റെ ആളായിരുന്നു. UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നോക്കുകയാണെങ്കിൽ UDF-ന് കുറച്ച് സാധ്യത ഉള്ളതാണ്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? എന്തായാലും KT-ജലീലിന്റെ ഭരണം എല്ലാവർക്കും ചടച്ചമായിരിക്കും. KT-ജലീലിന്റെ ഭരണം എന്തായാലും ഒരു മോശമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന പറയുന്നത്? UDF ജയിക്കണം. UDF സ്ഥാനാർത്ഥി കൂടെ കൂടുതൽ സാധ്യത തന്നെയാണ് കൂടുതൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ പ്രാവശ്യം അങ്ങനെയാണ് വിജയിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ 4 പ്രാവശ്യം 3 പ്രാവശ്യം ജയിച്ച KT-ജലീലാണ്. അതിന്റെ പേരിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്ന ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന അവനാണ്. KT-ജലീലിന്റെ വികസനങ്ങൾ എങ്ങനെയൊക്കെയാണ്? കുഴപ്പമില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് KT-ജലീൽ ജയിക്കും. നിന്നിട്ട് ഓൻ ജയിക്കും. നിൽക്കുമെന്ന് ഇവിടെ നിൽക്കൂലെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഇനിയിപ്പോ നിൽക്കുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. എനിക്ക് അതിനോട് രാഷ്ട്രീയത്തിന് പൊതുവെ ഒരു ബാക്കിലേക്കാണ്. പക്ഷേ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എന്നാ പറയാ ഒരു ചാൻസ് കാണുന്നില്ല. ചാൻസ് കാണുന്നില്ല. LDF-നാണോ ചാൻസ്? LDF-നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ആരാ എന്ന് വ്യക്തമായിട്ട് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. എനിക്ക് രാഷ്ട്രീയമായിട്ടൊരു ബന്ധമില്ല. എന്തുകൊണ്ടാ? ഇഷ്ടമില്ല, താല്പര്യമില്ല. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാതായി പോയത്?
അതെനിക്ക് പറയാൻ കഴിയില്ല, എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനെ പറ്റി ജയിക്കാൻ സാധ്യതയുണ്ടോ? അതിനെ പറ്റി അറിയില്ല. സാധ്യത കാണുന്നുണ്ട്, സാധ്യത കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാം? ഇപ്പോഴത്തെ കഴിഞ്ഞ ഭരണത്തിന്റെ ആ ബുദ്ധിമുട്ട് തന്നെ ആണോ? ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്തും സംഭവിക്കാം. എന്തും സംഭവിക്കാം. അതെന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഇവിടുത്തെ കറക്റ്റേക്ക് അറിയില്ല ഇതിനെ പറ്റി. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? UDF കാരനാണോ? അതുകൊണ്ടാണോ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ആണോ? ഇവിടെ എങ്ങനെ ഒരു ഭരണമാറ്റം ആവശ്യപ്പെടുന്നുണ്ടോ? UDFന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ സാധാരണ ജയിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സാധാരണ അവരുടെ സിറ്റിംഗ് സീറ്റാണ്. സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത വികസനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കോൺഗ്രസ് അല്ലേ ഭരിക്കല് ഇപ്പൊ പഞ്ചായത്തൊക്കെ. അപ്പൊ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അവര്? വികസനം ആവശ്യമാണോ? ആവശ്യമാണ്. ആവശ്യമാണ്. തവനൂർ മണ്ഡലത്തിലെ KT ജലീൽ നിൽക്കുന്നതല്ലേ നല്ലത്. മാറ്റം ആവശ്യമില്ല. KT ജലീലിന്റെ ആണ് എനിക്ക് എന്റെ അഭിപ്രായം. UDF സ്ഥാനാർത്ഥി ആരായിരുന്നാലും ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ ജയിക്കും പറയുന്നത്? അത് ഉറപ്പിച്ച് ജയിക്കും. ഇന്നത്തെ ഭരണത്തിന്റെ പോക്ക്, ഈ 10 വർഷത്തെ ഭരണം നമ്മൾ കണക്കാക്കിയാൽ കറക്റ്റായിട്ട് UDF ജയിക്കും. അതുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് മാറ്റം എല്ലാവരും ആഗ്രഹിക്കണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇനി ഒന്ന് അങ്ങനെ മാറി ചിന്തിച്ചു നോക്കാം. എന്റെ ഇപ്പോഴും ഒന്നും പറയാനില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ 47 മുതൽ 26 വരെ നമുക്ക് ഏതൊക്കെയാണ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ കുറച്ചൊരു പുരോഗമനമുണ്ട്. ഇത്ര വർഷമായിട്ട് 70 വർഷമായിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടായ റോഡുകളും മറ്റുള്ള കാര്യങ്ങളും പഴയ കാര്യങ്ങളുള്ളൂ. അവരുടെ മണ്ഡലത്തില് സാധ്യത ഉണ്ടോന്ന് ചോദിച്ചാല് സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സാധ്യത കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം LDF അല്ലായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. LDF ആണല്ലോ പറഞ്ഞത്. ഇതിപ്പോ ഏതാ നിയമസഭാ മണ്ഡലത്തിന്റെ ആണോ ചോദിക്കുന്നത്? അല്ലേ, നിയമസഭയിലേക്കല്ലേ? LDF വരും. LDF വരും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത്ര നല്ലൊരു പ്രവർത്തനമാണ് അവരെ ഉള്ളത്. രാഷ്ട്രീയമായിട്ട് എനിക്ക് വലിയൊരു അറിവ് പോരാ. അതെന്തുകൊണ്ട് അറിവില്ലാത്ത? പഠിക്കേണ്ടതല്ലേ? പഠിക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് പ്രാവശ്യം LDF മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്താ പറയാൻ കാരണം, കഴിഞ്ഞ വട്ടം വട്ടംകുളം പഞ്ചായത്തും പുറത്തൂർ പഞ്ചായത്തുമാണ് LDF തുണച്ചത്. അത് 2 പ്രാവശ്യം UDF അനുകൂലം. ഇനി എങ്ങനെ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ടോ? അതൊക്കെ നമുക്ക് അപ്പൊ തീരുമാനിക്കാം. സാധ്യത ഉണ്ടെന്ന് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞോണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാം? പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞോണ്ട് അത്രയും വോട്ടുകൾ എല്ലാ പഞ്ചായത്തുകളും അന്നെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കുറവ് തന്നെ. ആകെ വട്ടംകുളം പഞ്ചായത്തും കാലടി പഞ്ചായത്തും ഇങ്ങനെയുള്ള ഉണ്ടായിട്ടേ ഉള്ളൂ. ഇപ്പൊ കൂടുതൽ വട്ടംകുളം ഉണ്ട്, എടപ്പാളുണ്ട്, കാലടി ഉണ്ട്. വരാൻ സാധ്യത ഉണ്ട്. അതിപ്പോ നമ്മളെങ്ങനെ പറയാ, ഇലക്ഷനല്ല, ജനങ്ങളല്ല തീരുമാനിക്കണം. ഞങ്ങളുടെ ഒരു അഭിപ്രായം ആര് വരണം എന്നുള്ള പ്രത്യേക അഭിപ്രായങ്ങളില്ല. അവിടെ സ്ഥിരം ജയിച്ചു വരുന്ന LDF ആണ്. ഇപ്രാവശ്യ സാധ്യത എന്താന്ന് അറിയില്ല. UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യത ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എന്താ എല്ലാവരും മാറി ഭരിക്കട്ടെ. എല്ലാവരും മാറി ഭരിക്കട്ടെ എന്ന് പറയണേ. അങ്ങനെയാണ് പറയണേ. 100% സാധ്യത. 100%. എന്തുകൊണ്ടാണ് 100% പറയുന്നത്? ഇവിടുത്തെ ഭരണത്തിന്റെ വെളിച്ചം ആണോ? മാറുന്നാ പറയണേ? മാറും തീർച്ചയായിട്ടും. നമുക്കറിയില്ല. എന്തുകൊണ്ടാ? എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല. എന്തുകൊണ്ട് അറിയാത്തെ? നമ്മള് കൂടുതൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇല്ല. ജയിക്കുവോ? ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? കാരണം ഇപ്രാവശ്യം അവിടെ ഒരു മാറ്റം ഉണ്ടാവും. സാധ്യതയുണ്ട്. സാധ്യതയുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? സാധ്യത മൊത്തത്തിലിപ്പോ UDF തന്നെയല്ലേ കാണുന്നത്. ആണോ? അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. അവിടെ LDF ജയിക്കുള്ളൂ. LDF. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? നല്ല വികസനമാണ് മൊത്തത്തിൽ. അതുകൊണ്ട് LDF ജയിക്കുള്ളൂ. സാധ്യത ഉണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു ഭരണ വിരുദ്ധ തീരുമാനമുണ്ട് ജനങ്ങൾക്ക്. ഇല്ല. LDF ആണ്. ഇങ്ങോട്ട് LDF ജയിക്കൂല. എന്തുകൊണ്ടാ? അവരെ ഭരണം മോശമാണ്. LDF സാധ്യത. LDF സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അല്ല, ഇവിടെ മൊത്തത്തിൽ അങ്ങനെയാണ്. ഇവിടെ LDF ആണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് LDF വരാൻ സാധ്യത ആണ്. ഇല്ല. സാധ്യത ഇല്ല. എന്തുകൊണ്ടാ അങ്ങനെ? എന്തുകൊണ്ടാന്ന് വെച്ചാല് എന്താ പറയാ, ഭരണം പോരായ്മ. എന്ത് ഭരണം? ഭരിക്കുന്ന LDF അല്ലേ? ഭരിക്കുന്ന LDF അല്ലേ? LDF. അപ്പൊ എന്താണ് ഭരണം പോരാ പറയുന്നത്? ഭരണം പോരാന്ന് പറഞ്ഞാല് ഇതൊക്കെ തന്നെ. എന്ത്? അപ്പൊ ആര് ജയിക്കുന്ന? LDF. LDF. സാധ്യത ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ?
ഇവിടുത്തെ ഭരണത്തിന്റെ തന്നെ ജയിക്കുന്ന തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല പ്രവർത്തനം തോന്നുന്നു. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ വികസനങ്ങളൊക്കെ? KT ജലീലിന്റെ വികസനം എങ്ങനെയാ? KT ജലീലിന്റെ വികസനം കുഴപ്പമൊന്നുമില്ല. തവനൂർ മണ്ഡലത്തിലെ വികസനം എങ്ങനെയാ? ഞാനിപ്പോ രാഷ്ട്രീയ ഇല്ല, LDF ജയിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടെ പ്രവർത്തനം നല്ലൊരു പ്രവർത്തനമാണ് KT ജലീൽ സാർ ചെയ്യുന്നത്. ജലീലെ ജയിക്കും? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്നുവെച്ചാൽ നമുക്ക് ഇപ്പൊ അവരിപ്പോ LDFന്റെ ഭരണത്തിൽ ഭയങ്കര കുഴപ്പങ്ങളും കാര്യങ്ങളും ഇതൊക്കെയാണ്. അത് കാരണം തന്നെ എന്തുകൊണ്ടാ? അവര് മുഖ്യമന്ത്രി കുറെ ആൾക്കാർ തല്ലുവിടില്ലേ, അതുകൊണ്ട് സാധ്യതയില്ല. സാധ്യതയില്ല. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് അറിയില്ല.